ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൈവിട്ട് കോൺഗ്രസ്. പാർട്ടിയിൽ നിന്ന് രാഹുലിനെ പുറത്താക്കി. AICC അനുമതിയോടെയാണ് നടപടി. MLA സ്ഥാനം രാജിവെക്കുന്നതാണ് നല്ലതെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചു. തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. അറസ്റ്റ് തടയണമെന്ന ആവശ്യവും കോടതി തള്ളി. അൺഫിലിറ്റ് ഡിസൂസയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അൺഫിലിറ്റ്, രാഹുലിന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. MLA ആയി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ അതേ ദിവസം കൃത്യം ഒരു വർഷം കഴിയുമ്പോൾ തന്നെ ഇതാ ബലാത്സംഗ കേസിൽ കോടതി ജാമ്യം നിഷേധിച്ച് അറസ്റ്റിലേക്ക് ഉൾപ്പെടെ കാര്യങ്ങൾ പോകുന്നു. പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താകുന്നു. കോടതിയിൽ എന്തൊക്കെയാണ് രാഹുലിന് തിരിച്ചടിയായത്? ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം സെഷൻസ് കോടതി തള്ളിയിരിക്കുന്നു. അറസ്റ്റ് തടയണമെന്ന ആവശ്യവും കൂടി കോടതി തള്ളി. തൊട്ടു പിന്നാലെ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് KPCC തീരുമാനവും എടുത്തിരിക്കുന്നു. AICCയുടെ നിർദ്ദേശമനുസരിച്ചാണ് തീരുമാനമെന്ന് സണ്ണി ജോസഫ് വിശദീകരിക്കുന്നു. അൺഫിലിറ്റ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അൺഫിലിറ്റ്, കനത്ത തിരിച്ചടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടായിരിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം അധികാരമേറ്റ അതേ ദിവസം തന്നെ കൃത്യം ഒരു വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ബലാത്സംഗ കേസിൽ കോടതി ജാമ്യം നിഷേധിച്ച് അറസ്റ്റിലേക്ക് ഉൾപ്പെടെ പോകുന്നതിലേക്ക് എത്തിയിരിക്കുന്നത്. ഒപ്പം പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താവുകയാണ്. കോടതിയിൽ എന്തൊക്കെയാണ് രാഹുലിന് തിരിച്ചടിയായത്? കോടതിയിൽ നിന്നും ഒപ്പം പാർട്ടിയിൽ നിന്നും കനത്ത തിരിച്ചടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന് ഉണ്ടായിരിക്കുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുന്നു. തൊട്ടു പിന്നാലെ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് കോൺഗ്രസിന്റെ തീരുമാനം വരുന്നു. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫാണ് ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത്. അതിന് തൊട്ടു മുൻപ് തന്നെ വാർത്താക്കുറിപ്പും അദ്ദേഹം ഇറക്കുകയും ചെയ്തു. പ്രധാനമായ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നു കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന്. അതായത് കോടതിയിലെ ഉത്തരവ് വരുന്നു. 2:25-നാണ് കോടതിയിൽ നിന്നുള്ള ഏറ്റവും നിർണായകമായ ഒരു ഉത്തരവ് ഉണ്ടാകുന്നത്. ഒറ്റ വാക്കിൽ മാത്രം, ഒറ്റ വാചകത്തിലാണ് കോടതി വിധിവാചകം ഉച്ചരിച്ചത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യ ഹർജി തള്ളി. ഒരൊറ്റ വാചകത്തിലായിരുന്നു കോടതി വിധി പ്രസ്താവന നടത്തിയത്. അത് 2:25 ആ വിധി പ്രസ്താവന വന്നു. 1 മിനിറ്റ് 2:26 ആകുമ്പോൾ KPCCയുടെ ഔദ്യോഗിക വാർത്താക്കുറിപ്പ് രാഹുൽ മാങ്കൂട്ടത്തിന് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയെന്ന, അതായത് 1 മിനിറ്റിനുള്ളിൽ നേരത്തെ തന്നെ കൃത്യമായി തയ്യാറാക്കി പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന ആ വാർത്താക്കുറിപ്പ് കോടതി വിധി വരുന്നത് വരെ കാത്തു നിൽക്കുകയായിരുന്നു. കോടതി വിധി വന്ന് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആ വാർത്താക്കുറിപ്പ് പുറപ്പെടുവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതായത് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് ഇനി രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിന്റെ, അതായത് കോൺഗ്രസ് ഏത് രീതിയിലാണ് പ്രതിരോധത്തിലായത് ആ പ്രതിരോധം അവർ തീർക്കുകയാണ്. ആ പ്രതിരോധത്തിൽ നിന്ന് അവർ പുറത്തു വരികയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ എന്തുകൊണ്ട് പുറത്താക്കുന്നില്ല, സസ്പെൻഷനിൽ മാത്രം ഒതുങ്ങുന്ന ഒരു വിഷയമാണോ രാഹുലിന്റെ എന്നടക്കമുള്ള ചോദ്യങ്ങൾക്കാണ് കൃത്യമായ ഉത്തരം ഇന്നിപ്പോൾ കോൺഗ്രസ് നേതൃത്വം നൽകിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ഈ അറസ്റ്റ്, ഈ കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നിഷേധിച്ച ഒരു സാഹചര്യം, ആ ഹർജി തള്ളിയ ഒരു സാഹചര്യം രാഹുലിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ തീരുമാനം ഉണ്ടായിരിക്കുകയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും. അതായത് ഏത് നിമിഷം വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാമെന്നുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നത്. കാരണം ഈ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നതോടൊപ്പം തന്നെ ഒരു ഉപഹർജിയായി കോടതിയിൽ രാഹുലിന്റെ അഭിഭാഷകൻ നോട്ട് ടു അറസ്റ്റ് ഹർജി നൽകിയിരുന്നു. അതൊരു ഉപഹർജിയായാണ് നൽകിയത്. ആ ഹർജിയിലും കോടതിയുടെ വിധി ഉണ്ടായിരിക്കുന്നു. ആ ഹർജിയിൽ കോടതി തള്ളി. അതായത് അറസ്റ്റ് ചെയ്യരുത്, ഈ രാഹുലിനെ മുൻകൂർ ജാമ്യത്തിൽ വിധി ഉണ്ടാകുന്നവരെ രാഹുലിനെ അറസ്റ്റ് ചെയ്യരുത് എന്ന ഹർജിയാണ്. ആ ഹർജിയും തള്ളി. അപ്പോൾ ആ ഹർജി തള്ളി എന്നതിൽ നിന്ന് അർത്ഥമാക്കുന്നത് രാഹുലിന്റെ അറസ്റ്റ് കോടതി തടയുന്നില്ല എന്നാണ്. അപ്പോൾ കോടതിയിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള പരിരക്ഷയും രാഹുൽ മാങ്കൂട്ടത്തിന് ഈ നിമിഷം ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഇനി ധൈര്യപൂർവ്വം അന്വേഷണ ഉദ്യോഗസ്ഥർ രാഹുലിനെ അറസ്റ്റ് ചെയ്യാം. കാരണം അറസ്റ്റിൽ പാടില്ല എന്ന കോടതിയിൽ നിന്ന് അപേക്ഷയാണ് കോടതി തള്ളിയിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ 8 ദിവസമായി ഒളിവിലാണ്. ഇപ്പോഴും പാലക്കാട് കർണാടക ബോർഡറിൽ എവിടെയോ രാഹുൽ ഒളിച്ചിരിപ്പുണ്ട്, ഒളിവിൽ കഴിയുന്നു എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന നിഗമനം. അതേസമയം രാഹുലിന്റെ വാഹനം ഓടിച്ച ഡ്രൈവർ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അത് ചോദ്യം ചെയ്ത് രാഹുലിലേക്ക് എത്താൻ വേണ്ടി, രാഹുലിനെ ട്രേസ് ചെയ്യാനുള്ള കഠിന നീക്കത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം. ഊർജിതമായി തന്നെ നീക്കം നടത്തുന്നുണ്ട്. അതേസമയം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മേൽ ഇനി കൂടുതൽ സമ്മർദ്ദമേറുകയാണ്. കാരണം കോടതിയിൽ നിന്നുള്ള മുൻകൂർ ജാമ്യ ഹർജി തള്ളിയ സാഹചര്യത്തിൽ എത്രയും വേഗം അറസ്റ്റിലേക്ക് കടക്കുക, അതാണ് ഇനി അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ അതിവേഗത്തിൽ തന്നെ ഈ സംസ്ഥാനത്ത് മുഴുവൻ തന്നെയും സംസ്ഥാന അതിർത്തിക്കപ്പുറം ഒക്കെ തന്നെയും തെരച്ചിൽ ശക്തമാക്കിയാണ് രാഹുലിന് വേണ്ടി നെട്ടോട്ടം ഓടുന്നു അന്വേഷണ സംഘം എന്ന് തന്നെ പറയേണ്ടിയിരുന്നു. പല സംഘങ്ങളായി തിരിഞ്ഞാണ് രാഹുലിന് വേണ്ടിയുള്ള അന്വേഷണം
രാഹുലിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. അതേസമയം രാഹുലിൽ നിന്ന് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത് രാഹുൽ ഇത്രയും ദിവസം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ആ ഫോൺ സ്വിച്ച് ഓൺ ചെയ്ത ഒരു രീതിയിൽ ഓൺ ചെയ്ത നിലയിലാണ് എന്നും അന്വേഷണ സംഘത്തിൽ അറസ്റ്റിനുള്ള സാധ്യത ഏറുന്നു. കോടതിയിൽ നിന്ന് പോലും നിയമപരിരക്ഷയില്ല. അപ്പോൾ ഇനി അടുത്ത നടപടി എന്തായിരിക്കും? രാഹുലിന്റെ ഹൈക്കോടതി ഉൾപ്പെടെ സമീപിക്കുന്ന ഒരു നീക്കത്തിലേക്കാണോ രാഹുൽ കടക്കുന്നത്? ഉറപ്പായും രാഹുലിന് ഇവിടെ ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്ന് ജാമ്യഹർജി മുൻകൂർ ജാമ്യഹർജി തള്ളിയ ഒരു സാഹചര്യത്തിൽ വെച്ച് മേൽക്കോടതിയെ രാഹുലിന് സമീപിക്കാവുന്നതാണ്. സ്വാഭാവികമായും മേൽക്കോടതിയിലേക്ക് രാഹുൽ പോകാൻ തന്നെയാണ് സാധ്യത. അതുവരെ ഒളിവിലിരിക്കുക, അറസ്റ്റ് വൈകിപ്പിക്കുക, അറസ്റ്റ് തടയുക എന്ന നീക്കത്തിലേക്ക് രാഹുൽ കടക്കും. പക്ഷേ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് രാഹുലിന്റെ ഫോൺ ഇടയ്ക്കൊന്ന് സ്വിച്ച് ഓൺ ആയി എന്നാണ്. ഫോൺ സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞാൽ രാഹുൽ എവിടെയാണ്, രാഹുലിന്റെ ഒരു ഒളിസങ്കേതം ഉണ്ടെങ്കിൽ രാഹുൽ ഒളിസങ്കേതം കണ്ടെത്താൻ എളുപ്പമാണ്. പക്ഷെ രാഹുൽ ഒളിവിലല്ല, താൻ ഇവിടെ തന്നെ ഉണ്ട് എന്നൊരു മെസ്സേജ് നൽകുന്നതിന് വേണ്ടി രാഹുൽ അത് സ്വിച്ച് ഓൺ ചെയ്തതാണ് എന്നൊരു നിഗമനത്തിലും കൂടി അന്വേഷണ സംഘം എത്തുന്നുണ്ട്. കീഴടങ്ങാനുള്ള ഒരു സാധ്യത അത് കാണുന്നുണ്ടോ അൺഫിലിറ്റ്? അത് കീഴടങ്ങാൻ വേണ്ടിയുള്ള ഒരു സാധ്യതയിലേക്കാണ് കാര്യങ്ങളൊക്കെ വിരൽ ചൂണ്ടുന്നത്. ഒരു പക്ഷേ കാരണം മുൻകൂർ അറസ്റ്റ് കോടതി തടഞ്ഞൊരു സാഹചര്യത്തിൽ ഇനി പോലീസിന് മുന്നിൽ, അന്വേഷണ സംഘത്തിന് മുന്നിൽ കീഴടങ്ങി ചോദ്യം ചെയ്യലിലേക്കോ അറസ്റ്റിലേക്കോ ഒക്കെ അറസ്റ്റ് വരിക്കുക എന്ന ഒരു നടപടിയിലേക്ക് ഒരുപക്ഷെ രാഹുൽ നീങ്ങുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും രാഹുൽ നിയമ പോരാട്ടം തുടരുമെന്ന് ഒളിഞ്ഞിരുന്നായാലും നിയമ പോരാട്ടം ശക്തമായി തന്നെ രാഹുൽ തുടരുകയാണ്. ആ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഇപ്പോൾ കീഴടങ്ങുന്നതിനുള്ള സാഹചര്യത്തിൽ, അല്ലെങ്കിൽ കീഴടങ്ങാനുള്ള ഒരു സന്നദ്ധത രാഹുലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നാണ്. ഈ ഫോൺ ഇപ്പോൾ സ്വിച്ച് ഓൺ ചെയ്തത്. കാരണം ഈ 8 ദിവസമായി സ്വിച്ച് ഓഫ് ചെയ്ത ഫോണാണ് ഇന്നിപ്പോൾ 8ാമത്തെ ദിവസം ഈ കോടതി വിധി വന്നതിന് തൊട്ട് പിന്നാലെ സ്വിച്ച് ഓൺ ചെയ്ത നിലയിൽ കാണുന്നത്. പക്ഷേ ഇടയ്ക്കൊന്ന് സ്വിച്ച് ഓൺ ആയി എങ്കിലും ഇപ്പോൾ സ്വിച്ച് ഓഫ് എന്ന രീതിയിലും അന്വേഷണ സംഘത്തിന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഹുൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന ആ മൊബൈൽ ഫോൺ ഇപ്പോൾ സ്വിച്ച് ഓൺ ആയി, ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. അതായത് രാഹുൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് സ്വിച്ച് ഓൺ ചെയ്താൽ രാഹുൽ എവിടെയാണ് എന്ന് കൃത്യമായി തന്നെ അവർക്ക് ആ ലൊക്കേഷൻ കണ്ടെത്താൻ കഴിയുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അതുകൊണ്ട് അന്വേഷണം വേഗത്തിൽ തന്നെ നടക്കുമെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത്. രാഹുലിനെ കണ്ടെത്താനുള്ള ഒരു നീക്കം, ആ ശ്രമം എത്രയും വേഗം തന്നെ കണ്ടെത്താനുള്ള സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. മറുഭാഗത്ത് രാഹുലിനെ സംബന്ധിച്ച് ഇന്ന് ഏറ്റവും നിർണായകപ്പെട്ട ഒരു ദിവസമായിരുന്നു. ഒരേ സമയത്താണ് ഈ 2:30 എന്ന് പറയുന്ന സമയത്ത് കോടതിയിൽ വിധി വരുന്നു. അതിന് തൊട്ട് പിന്നാലെ പാർട്ടിയും രാഹുലിനെ എല്ലാ അർത്ഥത്തിലും കൈവിട്ടു. അതായത് ഇത്രയും സസ്പെൻഷൻ ഒതുക്കിയിരുന്നുവെങ്കിൽ അത് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്ന രീതിയിലേക്ക് കടുത്ത അച്ചടക്കം. അത് തന്നെയാണ് അൺഫിലിറ്റ്. ഈ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് വി ഡി സതീശൻ പറഞ്ഞത് ഇന്നലെ തന്നെ എടുത്ത ഒരു തീരുമാനമായിരുന്നു രാഹുലിനെ പുറത്താക്കുക എന്നുള്ളത്. രമേശ് ചെന്നിത്തല പറയുന്നതാകട്ടെ മാതൃകാപരമായ തീരുമാനമാണ് കോൺഗ്രസ് എടുത്തത് എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഈ ഇന്നലെ തന്നെ എടുത്തൊരു തീരുമാനം, പക്ഷേ ഈ രാഹുലിന്റെ ജാമ്യ ഹർജി തള്ളിയ ആ ഒരു സെക്കൻഡുകൾക്ക് ഉടൻ തന്നെയാണ് ഇത് പ്രഖ്യാപിച്ചത്, ഈ രാഹുലിനെ പുറത്താക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഈ വിധി വരാൻ കാത്തിരിക്കുക ആയിരുന്നു എന്ന് വേണ്ടേ കരുതാൻ? തീർച്ചയായും അതുതന്നെയാണ് ഞാൻ പറഞ്ഞത്. രാഹുലിന്റെ വിധി വരാൻ വേണ്ടി കാത്തുനിന്ന് നിമിഷങ്ങൾക്കുള്ളിലാണ് രാഹുലിനെ പുറത്താക്കുന്ന. ഈ 2:25 കോടതി വിധി വരുന്നു. 2:26 ഒരു മിനിറ്റിനുള്ളിൽ തന്നെയും എഴുതി തയ്യാറാക്കിയ ആ ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. അതായത് കോടതി വിധി ഇന്നലെ രാവിലെ കോടതി ഈ ഹർജി പരിഗണിക്കുന്ന സമയത്ത് വിധി വരുന്നതിന് മുമ്പ് തന്നെ രാഹുലിനെ പുറത്താക്കാനുള്ള തീരുമാനം ഏറെക്കുറെ കൈക്കൊണ്ടതാണ്. ആ സമയത്താണ് രാഹുലിനെ അനുകൂലിക്കുന്ന നേതാക്കൾ ഒരു വിഭാഗം ഇപ്പോൾ കോടതി വിധിക്ക് പോലും കാത്തു നിൽക്കാതെ രാഹുലിനെ പുറത്താക്കുകയാണെങ്കിൽ അത് രാഷ്ട്രീയമായ തിരിച്ചടി ഉണ്ടാകും. പാർട്ടിക്കുള്ളിൽ വലിയ രീതിയിൽ വിള്ളലുകൾ ഉണ്ടാകാൻ, ഒരു പൊട്ടിത്തെറിയിലേക്കൊക്കെ മാറാനുള്ള സാധ്യതകളൊക്കെ മുൻകൂട്ടി കണ്ടിരുന്നു. മാത്രമല്ല ഇത്ര തിടുക്കത്തിൽ രാഹുലിനെ പുറത്താക്കേണ്ടതുണ്ടോ എന്ന ചോദ്യവും ഉയരും. അതിനൊക്കെ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് കോടതി വിധി വരുന്നവരെ കാത്തിരിക്കാം എന്നൊരു നിർദ്ദേശം ഒരു കോണിൽ നിന്ന് ഉയർന്നു. അങ്ങനെ ഒരു അഭിപ്രായ സമന്വയത്തിലെത്താൻ നേതാക്കൾക്ക് കഴിഞ്ഞില്ല. ഇതേ തുടർന്നാണ് ആ തീരുമാനം വൈകിക്കൊണ്ടുവരികയും എന്തായാലും ഹർജി പരിഗണിച്ചൊരു വിധി വരുമ്പോൾ പ്രഖ്യാപനം, ഔദ്യോഗികമായ പ്രഖ്യാപനം നടത്താമെന്ന നിലയിലേക്ക് എത്തുകയും ചെയ്തു. പക്ഷെ അപ്പോഴും ഹൈക്കമാൻഡ് ഉൾപ്പെടെ അസംതൃപ്തരായിരുന്നു. കാരണം അവർ അതൃപ്തി സംസ്ഥാന ഘടകത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. കാരണം ഇത്രയേറെ ചർച്ച ചെയ്ത്, ദേശീയ രാഷ്ട്രീയം പോലും ചർച്ച ചെയ്ത്, നാഷണൽ മീഡിയ മുഴുവനും ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്തൊരു വിഷയം കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. മാത്രമല്ല ഇതൊരു പരാതി, 1-2 പരാതിയല്ല, നിയമപരമായി 2 പരാതികൾ രേഖാമൂലമുണ്ട്. FIR ഇട്ടിരിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് രംഗത്ത് വരാൻ ഇപ്പോഴും സന്നദ്ധരല്ലാത്ത എത്രയോ യുവതികൾ ഇപ്പോഴും പരാതിയുമായി രംഗത്തുണ്ട്. അവർ നിയമപരമായി അപ്പൊ ഇത്രയേറെ ഒരു പരാതികളുടെ ഒരു വലിയൊരു നിര തന്നെ രാഹുലിനെതിരെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്നൊരു വികാരം തന്നെയാണ്, ഒരു കടുത്ത അതൃപ്തി ഈ ഒരു വിഷയത്തിൽ
ഹൈക്കമാൻഡും സംസ്ഥാന ഘടകത്തോട് പങ്കുവച്ചിരുന്നു. പക്ഷെ അപ്പോഴും ഇവിടെ ഒരു അഭിപ്രായ ഐക്യം രൂപീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് അത് ഇന്നലെ ഈ തീരുമാനം ഉണ്ടാകാതിരുന്നത്. ഒടുവിൽ നേതാക്കൾ ഒരുമിച്ചെടുത്ത തീരുമാനമാണ് കോടതി വിധി വരട്ടെ, അങ്ങനെയാണ് ഇത് തയ്യാറാക്കി വെക്കുകയും വിധി വന്ന ആ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആ ഔദ്യോഗിക വാർത്താക്കുറിപ്പ് പുറത്തുവിടുകയും ചെയ്തു. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട സണ്ണി ജോസഫ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുകയും ചെയ്തു. അത് തന്നെയാണ് നേതാക്കൾ ഓരോരുത്തരും പറയുന്നത്. ഉചിതമായ സമയത്ത് ഇന്ന് രാവിലെ വരെയും വിധി വരുന്നതിന് തൊട്ട് മുന്നേ മാധ്യമങ്ങളെ കാണുമ്പോഴും KPCC അധ്യക്ഷൻ പറഞ്ഞത് ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് തന്നെയാണ്. അതേ രീതിയിൽ തന്നെയാണ് ഉചിതമായ സമയമെന്ന് അവർ ഉദ്ദേശിച്ചത്. ഈ കോടതി വിധി തന്നെയാണ്, വിധി വരുന്നൊരു സമയം. ആ സമയത്ത് ഉചിതമായ സമയമായിരുന്നു. അപ്പോൾ ഉചിതമായ തീരുമാനം പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തി. ഇനി ഇവർ ചെയ്യുക, ഇനി അടുത്ത കോൺഗ്രസിന്റെ അടുത്ത നീക്കം എന്ന് പറയുന്നത് ഏറ്റവും മാതൃകാപരമായ നടപടിയെടുത്ത് മാതൃകാപരമായ അന്തസ് പാർട്ടി കാണിച്ചു. ഇനി CPM മറുഭാഗത്ത് എന്താണ് ചെയ്യുന്നത് അതായിരിക്കും, അത് ഉയർത്തി തന്നെയാകും ഇനി CPM-നെതിരെ ഇതൊരു ആയുധമാക്കാൻ കോൺഗ്രസ് തയ്യാറെടുക്കുന്നു. അതായത് സമാനമായ രീതിയിൽ ബലാത്സംഗ പീഡനം ഉള്ള ഒരു MLA ഇപ്പോഴും CPM-നുണ്ട്. ആ MLA-ക്കെതിരെ എന്ത് നടപടിയാണ് പാർട്ടി നേതൃത്വം എടുത്തത് എന്നൊരു ചോദ്യം. ഇവിടെ ഒരു പരാതി, കോടതിയിൽ നിന്നൊരു പരാമർശം, കോടതിയുടെ യഥാർത്ഥ വിധി പോലും, അന്തിമ വിധി പോലും വന്നിട്ടില്ല. ആ വിധി വരുന്നതിന് മുമ്പ് കോടതി മുൻകൂർ ജാമ്യം നിശ്ചയിച്ച ആ സമയത്ത് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. മറുഭാഗത്ത് സ്വർണ്ണക്കൊള്ളയിൽ മുൻ MLA ആയിരിക്കുന്ന A. പത്മകുമാർ CPM-ന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ്. ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന അദ്ദേഹത്തിനെതിരെ മുൻ MLA ആണ്. അദ്ദേഹം റിമാൻഡിൽ കഴിഞ്ഞിട്ട് പോലും അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാനോ പാർട്ടിയിൽ നിന്ന് ഇതുവരെ ഒരു അച്ചടക്ക നടപടി പോലും അദ്ദേഹത്തിനെതിരെ എടുത്തിട്ടില്ല. M. മുകേഷിനെയും A. പത്മകുമാറിനെ ഉയർത്തി തന്നെയാകും ഉറപ്പായും കോൺഗ്രസ് നേതൃത്വം ഇനി ഈ വിഷയം ആയുധമാക്കുക. തങ്ങൾ ഏറ്റവും ഈ ഉചിതമായ നടപടി, ഏറ്റവും മാതൃകാപരം, ഒരു രാഷ്ട്രീയ പാർട്ടി ഏത് രാഷ്ട്രീയ പാർട്ടിക്കും സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിൽ അപ്പുറത്തേക്ക് ഒരു ഏറ്റവും ഉചിതമായ മാതൃകാപരമായ നടപടി ഞങ്ങൾ കാണിച്ചു എന്ന് ഉയർത്തിയാകും. മറുഭാഗത്ത് CPM-നെയും BJP-യും ഒക്കെ തന്നെ മാതൃകാപരമായ നടപടി തങ്ങൾ എടുത്തു എന്ന് കോൺഗ്രസ് ആവർത്തിക്കുമ്പോഴും ഈ പിണറായി വിജയന്റെ പോലീസിന് എന്തുകൊണ്ട് രാഹുലിനെ ഇത്ര 8 ദിവസമായി എന്തുകൊണ്ട് ഇത്രയും നാൾ പിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ചോദ്യം കൂടി കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ആയുധമാക്കുന്നുണ്ട്. ഉറപ്പാണ്. കോൺഗ്രസ് നേതാക്കൾ അത് ആദ്യമേ തന്നെ പറഞ്ഞു. തങ്ങൾക്ക് രാഷ്ട്രീയപരമായി പാർട്ടിപരമായും സംഘടനാപരമായും ചെയ്യേണ്ടത് മുഴുവനും ചെയ്തു കഴിഞ്ഞു. ഇനി നിയമപരമായ നടപടി, കാരണം നിയമം എന്ന് പറയുമ്പോൾ ആഭ്യന്തര വകുപ്പ് ആരുടെ കയ്യിലാണ് എന്നത് ഉയർത്തി തന്നെയാണ് ഈ കോൺഗ്രസ് ആരോപണം ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതായത് ഇനി ആ പോസ്റ്റ്, അതായത് ആ ഗോൾ പോസ്റ്റിലേക്ക് അവർ സർക്കാരിന്റെ ഗോൾ പോസ്റ്റിലേക്ക് ഇനി അടിക്കുകയാണ്. ഇനി തീരുമാനം ആ ബോൾ സർക്കാരിന്റെ കോർട്ടിലേക്ക് അടിക്കുകയാണ്. ഇനി തീരുമാനം, അതായത് ഇനിയുള്ള ഏത് രീതിയിലെങ്കിലും രാഹുലിന്റെ അറസ്റ്റ് വൈകിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദികൾ അത് ഉറപ്പായും സർക്കാരും ആ ആഭ്യന്തര വകുപ്പും പോലീസും ഒക്കെ തന്നെയാണ്. എന്തുകൊണ്ട് രാഹുലിനെതിരെ ഇത്ര 8 ദിവസമായിട്ട് രാഹുൽ ഒളിവിൽ കഴിയുന്നു? പക്ഷെ അപ്പോഴും CPM നേതാക്കൾ, ഈ മന്ത്രിമാർ ഉൾപ്പെടെ CPM നേതാക്കൾ പറഞ്ഞുകൊണ്ടിരുന്നത് രാഹുലിന് സംരക്ഷണ കവചം ഒരുക്കുന്നത് KPCC നേതൃത്വമാണ്, അതുകൊണ്ടാണ് രാഹുലിനെ ഇപ്പോഴും പിടിക്കാൻ കഴിയുന്നില്ല എന്ന വാദം അവർ ഉയർത്തിയെങ്കിലും രാഹുൽ മങ്കൂട്ടത്തിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കിയ ശേഷം ഈ ഓരോ നേതാക്കളും പറയുന്നത് രാഹുൽ പാർട്ടിക്ക് കളങ്കമുണ്ടാക്കി, പാർട്ടിക്ക് അന്തസ്സിന് നിരക്കാത്ത രീതിയിൽ രാഹുൽ പ്രവർത്തിച്ചു. അതുകൊണ്ടാണ് ഒരു രേഖാമൂലം പരാതി ഉണ്ടായിരുന്നിട്ട് പോലും തങ്ങൾ ഉചിതമായ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തങ്ങൾ തീരുമാനമെടുത്തു. ഒപ്പം തന്നെ ഇപ്പോൾ കോടതിയിൽ നിന്ന് ഒരു മുൻകൂർ ജാമ്യ ഹർജി തള്ളുക മാത്രമാണ് ചെയ്തത്. എന്നിട്ട് പോലും പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കി ഏറ്റവും ഉചിതമായ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുത്തു. എന്തുകൊണ്ട് അത്തരത്തിലുള്ള തീരുമാനം CPM-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല? ഇനി CPM അല്ലെങ്കിൽ പാർട്ടി ഇനി എന്തുകൊണ്ട് രാഹുലിനെ അറസ്റ്റ് വൈകിപ്പിക്കുന്നു, രാഹുലിനെ കണ്ടെത്താൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർത്തി തന്നെയാണ് ഇനി ഈ ഒരു വിഷയത്തെ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന് വളരെ കുറച്ച് നാളുകൾ മാത്രം നിൽക്കുന്ന ഈ മൂർധന്യ അവസ്ഥയിൽ നിൽക്കുന്ന പ്രചാരണ വേളയിൽ ഈ വിഷയത്തെ വിഷയത്തിൽ ആയുധമാക്കി അല്ലെങ്കിൽ തിരിച്ചൊരു വാദം ഉയർത്തി പ്രതിരോധിക്കുക ഉറപ്പായും കോൺഗ്രസ് എങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു തീരുമാനം എത്രയും വേഗത്തിൽ ഒരു കോടതി വിധി വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ ഒറ്റക്കെട്ടായി എന്ന രീതിയിൽ ഔദ്യോഗിക നേതൃത്വം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് പോലും അതുകൊണ്ട് തന്നെയാണ്. ഇനി ഒരു ഉയർത്തുക, എന്തുകൊണ്ട് MLA സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടുന്നില്ല എന്നും ഇതിനോടകം തന്നെ കോൺഗ്രസിലെ മുതിർന്ന വനിതാ നേതാക്കൾ ഈ ആവശ്യമൊക്കെ ഉയർത്തിയതാണ്. പക്ഷേ അപ്പോഴും കോൺഗ്രസ് പറയുന്നത് MLA സ്ഥാനം എന്ന് പറയുന്നത് പാർട്ടി കാൻഡിഡേറ്റായി മത്സരിച്ചുവെങ്കിൽ കൂടി ജനങ്ങൾ നൽകിയൊരു മാൻഡേറ്റ് ആണ്. അത് വ്യക്തിപരമായാണ്, ധാർമ്മിക ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു തീരുമാനം എടുക്കേണ്ടത്.
അത് രാഹുൽ രാഹുൽ സ്വയം തീരുമാനിക്കേണ്ടതാണ് എന്ന വാദം ഉയർത്തി തൽക്കാലം MLA സ്ഥാനം രാജിവെക്കൂ എന്ന സമ്മർദ്ദം രാഹുൽ മാങ്കൂട്ടത്തിന്മേൽ കോൺഗ്രസ് നേതൃത്വം ഉയർത്തുകയില്ല. എന്തായാലും തൽക്കാലം കോൺഗ്രസിന് മുഖം രക്ഷിക്കാൻ ഒരു കടുത്ത നടപടി എന്ന രീതിയിൽ കോൺഗ്രസ് എടുത്തിരിക്കുകയാണ്. അത് കോൺഗ്രസ് പ്രതിപക്ഷ CPM മാത്രമല്ല സ്വന്തം പാർട്ടിക്കുള്ളിൽ മുറവിളി കൂട്ടിയ നേതാക്കൾക്ക് കൂടിയുള്ള ഒരു മറുപടിയായി തന്നെയാണ് ഇപ്പോൾ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത്. അതേസമയം MLA സ്ഥാനം രാജിവെക്കുക എന്നൊരു സമ്മർദ്ദം ഇപ്പോൾ അടിയന്തരമായി രാഹുൽ മാങ്കൂട്ടത്തിന് ഉയർത്താൻ സാധ്യതയില്ല. അത് കാരണം അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ രാഷ്ട്രീയമായ തിരിച്ചടി ഉണ്ടാകാൻ സാധ്യത തെരഞ്ഞെടുപ്പ് സമയത്ത് അതൊരു CPM ഒരു പ്രചാരണ ആയുധമാക്കാനുള്ള സാഹചര്യം. കാരണം ഒരു യുവ MLA സ്ഥാനം വരെ ഒഴിയേണ്ടി വന്നു എന്ന രീതിയിലുള്ള വിഷയമൊക്കെ പൊതുജനമധ്യേ CPM BJP ഉയർത്തിക്കാട്ടുകയും അത് ഈ കോൺഗ്രസിലെ പൊതുപ്രവർത്തകർക്ക് സംശുദ്ധ രാഷ്ട്രീയത്തേക്ക് ബാധിക്കുകയും അത് ഏതെങ്കിലും രീതിയിൽ തിരിച്ചടിയായി മാറുകയും ചെയ്യും എന്നൊരു വിലയിരുത്തൽ കൂടി കോൺഗ്രസിനുണ്ട്. അതുകൊണ്ടാണ് തൽക്കാലം അത്തരത്തിലൊരു കടുത്ത നിർദ്ദേശമോ അത്തരത്തിലൊരു സമ്മർദ്ദമോ പാർട്ടി കൊടുക്കുന്നില്ല. അതേസമയം നേതാക്കളൊക്കെ സംസാരിക്കുമ്പോൾ അത് ധാർമ്മികമായി എടുക്കേണ്ട തീരുമാനമാണ് എന്നത് നടപടി അവർ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും.